When world sleep, India will awake to life and freedom. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ലോകമുറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ പുതിയ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. അതുവരെ ഇന്ത്യ ഞെരിഞ്ഞമർന്നിരുന്ന കിരാതഹസ്തങ്ങളിൽ നിന്ന് ഇന്ത്യ അന്ന് മോചിപ്പിക്കപ്പെടുകയായിരുന്നു. സഹസ്രാബ്ദങ്ങളുടെ സംഗമ സംസ്കാരം പേറുന്ന ഭൂമിക്ക് ചരിത്രം നൽകിയ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികരായ ആളുകൾ രാജ്യത്ത് മതഭേദമന്യേ തോളോട് തോൾ ചേർന്ന് നേടിയെടുത്തതാണ് ഈ മഹത്തരമായ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് നമുക്ക് കൈമോശം വന്നുകൂടാ. നമ്മുടെ പൂർവികർ മതസൗഹാർദ്ദങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇന്ന് ആരൊക്കെയോ മുസ്ലിങ്ങളിലും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമിടയിൽ മതിൽക്കെട്ടുകളെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥ മതവിശ്വാസിക്ക് ആ മതിൽക്കെട്ടുകളെ തകർത്തെറിയാൻ കഴിയണം. ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ മുസ്ലിമിന് ഹസ്തദാനം നൽകാൻ കഴിയണം. അവനെ കൂട്ടുകാരനായി സ്വീകരിക്കാൻ കഴിയണം. ആ മതിൽക്കെട്ടുകൾ എന്ന് നമ്മൾ തകർത്തെറിയുന്നുവോ അന്ന് മാത്രമാണ് ഈ സ്വാതന്ത്ര്യത്തിന് പൂർണ്ണമായ അർത്ഥമുണ്ടാവുന്നത്. 79ാം സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കരങ്ങളിൽ ഇന്ത്യ അകപ്പെട്ടിട്ട് പുതിയ വിഭജന ദിനം ആചരിക്കുകയും വോട്ട് ചോരി വാർത്തയാകുകയും ചെയ്യുമ്പോൾ ആശങ്കപ്പെട്ടു പോവുകയാണ്. അങ്ങകലെ ഗസയിൽ സ്വന്തം ഭൂമിക്ക് വേണ്ടി സമര പോരാട്ടം നയിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വഹിക്കുന്ന ഗസയിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഓർക്കാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. പാർശ്വവൽക്കരിക്കപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളും എന്ന് ഉയർത്തെഴുന്നേൽക്കുന്നുവോ അന്ന് മാത്രമാണ് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമാവുന്നത്. അങ്ങനെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയരുന്ന ബാങ്കുലിയും അമ്പലഗോപുരങ്ങളിൽ നിന്ന് മുഴങ്ങാതെ അടിക്കുന്ന ഈശ്വര ഭക്തിഗാനവും ചർച്ചുകളിൽ നിന്ന് അടിക്കുന്ന മണിനാദവും ഇന്ത്യയുടെ അന്തരീക്ഷത്തെ മുഖരിതമാക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തിന് വലിയ അർത്ഥവും മാനവും കൈവരുകയാണ്. അതിൻ്റെ സംരക്ഷണത്തിനായി നമുക്ക് പോരാടാം. എവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. അസ്സലാമു അലൈക്കും.